കോഴിക്കോട് കളന്തോട് MES കോളേജിലെ റാഗിങ്ങിൽ പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി പരിക്കേറ്റ മുഹമ്മദ് മിൻഹാജിന്റെ കുടുംബം രംഗത്ത്. പ്രതികളായ MSF പ്രവർത്തകർക്കായി രാഷ്ട്രീയമായി പോലീസിൽ സമ്മർദ്ദം ചെലുത്തുകയാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. കേസിൽ പ്രതികളുടെ അറസ്റ്റ് പോലീസ് മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതായും പിതാവ് അഷ്റഫ് ജനൻ ടിവിയോട് പറഞ്ഞു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് MES കോളേജിലെ BCA 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി മുഹമ്മദ് മിൻഹാജിനെ സീനിയർ വിദ്യാർത്ഥികൾ റാഗിങ്ങിനിരയാക്കിയത്. മർദ്ദനത്തിൽ മിൻഹാജിന്റെ കണ്ണിനും കൈക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. കോളേജിൽ കളർ ഡ്രസ് ഇട്ടു വന്നതിനായിരുന്നു സീനിയർ വിദ്യാർത്ഥികളുടെ മർദ്ദനം. മർദ്ദിച്ച സീനിയർ വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ കൃത്യമായി മിൻഹാജ് പോലീസിന് കൈമാറിയിട്ടും പ്രതികളെ കുന്നമംഗലം പോലീസ് സംരക്ഷിക്കുന്നു എന്നാണ് കുടുംബത്തിന്റെ ഗുരുതര ആരോപണം. വകുപ്പുകൾ ചുമത്തി റാഗിംഗ് ആക്ട് പ്രകാരം ഒക്കെ പരാതി കൊടുത്ത് ആ റാഗിംഗ് ആക്ട് ആയിട്ടും ഇതുവരെ ആ പ്രതികളൊന്നും പിടികൂടെ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിലെനിക്ക് പരാതിയുണ്ട്. ഇന്ന് ഞാൻ കോഴിക്കോട് കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഫോളോ അപ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിന് എനിക്ക് സംശയമുണ്ട്, അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം 10 ദിവസമായിട്ടും ഇതുവരെ ഈ പ്രതികളൊന്ന് അറസ്റ്റ് ചെയ്യുക ഒരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ആ റെയ്സ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി, ഞാൻ 4 വിദ്യാർത്ഥികൾ വരാം, അങ്ങനെ 5 അംഗ സംഘം MSFന്റെ പ്രവർത്തകരാണ്. 2 ദിവസം മുമ്പ് അവിടെ റാഗിങ് നടന്നു. പോലീസും വിദ്യാർത്ഥികളൊക്കെ ആയിട്ട് ഏറ്റുമുട്ടിയിട്ടുണ്ട്. അങ്ങനെ നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കോളേജിൽ. ഇങ്ങനെ പോയിക്കുകയാണെങ്കിൽ ഭാവി തലമുറ എങ്ങനെ അവിടെ പഠിക്കാന്നുള്ളതാണ്. പ്രതികളായ MSF പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുന്നതിന് പകരം അവർക്ക് ജാമ്യം ലഭിക്കാനുള്ള വഴിയാണ് പോലീസ് ഒരുക്കുന്നതെന്നും മിൻഹാജിന്റെ പിതാവ് പറയുന്നു. പ്രതികൾ പോലീസിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്ന പോലീസ് നടപടിയിൽ നിന്ന് വ്യക്തമാണെന്നാണ് കുടുംബത്തിന്റെ പരാതി. കുറ്റക്കാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കുടുംബം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്.